ഹായ് ഫ്രണ്ട്സ്, മൈ പെർഫെക്റ്റ് സ്ട്രേഞ്ചറിന്റെ 12ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നോവലിസ്റ്റിന്റെ ബ്രദറാണ് ആ മർഡർ എല്ലാം ചെയ്തതെന്ന് അറിഞ്ഞ പോലീസുകാർ നോവലിസ്റ്റിന്റെ ബ്രദറിനെ അറസ്റ്റ് ചെയ്യുന്നു. പെൺകുട്ടികളെ കൊന്നിട്ട് അവരുടെ ബോഡി കെട്ടാൻ ഉപയോഗിക്കുന്ന കയറെല്ലാം നോവലിസ്റ്റിന്റെ ബ്രദറിനെ റൂമിൽ നിന്ന് പോലീസുകാർ കണ്ടെത്തി. അതിന്റെ കൂട്ടത്തിൽ തന്നെ മാച്ച് ബോക്സും ഉണ്ടായിരുന്നു. കൊല്ലപ്പെടുന്ന പെൺകുട്ടികളുടെ ബോഡിയുടെ അടുത്ത് നിന്ന് ഒരു മാച്ച് ബോക്സ് ലഭിക്കില്ലേ, ആ മാച്ച് ബോക്സിൽ തന്നെയാണ് ഒരു നോട്ടും ഉള്ളത്. ആ മാച്ച് ബോക്സും പോലീസുകാർ നോവലിസ്റ്റിന്റെ ബ്രദറിനെ റൂമിൽ നിന്ന് കണ്ടെത്തി. ആ സമയത്താണ് ഹേജന്റെ വീട്ടിൽ നിന്ന് യുൻവോനും ഒരു മാച്ച് ബോക്സ് ലഭിക്കുന്നത്. ഹേജൻ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി കളക്ട് ചെയ്ത് വെച്ചിരുന്ന മാച്ച് ബോക്സിലോ ഒരു മാച്ച് ബോക്സ് ആയിരുന്നു അത്. കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ ബോഡിയുടെ അടുത്ത് നിന്നും ഇതേപോലുള്ള മാച്ച് ബോക്സ് ആണ് കാണുക എന്നുള്ള കാര്യം യുൻവോന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് ഇവിടെ വന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് യുൻവോ ഹേജന്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഹേജനാണോ ഇനി ആ പെൺകുട്ടികളെ എല്ലാം കൊന്നത് എന്നൊരു ഡൗട്ട് കൂടി യുൻവോനുണ്ട്. യുൻവോനാണെങ്കിലും ഈ വില്ലേജിൽ ആർക്കും തന്നെ ഹേജനെയും യൂനിനെ അറിയില്ല. ഇവര് രണ്ടുപേരും വേറെ ഏതോ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന് മാത്രമേ അവർക്ക് എല്ലാവർക്കും അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരൊരു സീരിയൽ കില്ലർ ആണോ എന്നൊക്കെയുള്ള ഡൗട്ടിലാണ് യുൻവോ. എന്നാൽ യുൻവോന്റെ ചോദ്യത്തിനൊന്നും ഹേജൻ ഇപ്പോൾ മറുപടി പറയുന്നില്ല. ഹേജൻ ഒരു മറുപടി പറയാത്തത് കൊണ്ട് തന്നെ യുൻവോ അവർ ടെൻഷനിൽ ഹേജൻ അവിടെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് യൂൻ എത്തുന്നത്. അപ്പോഴാണ് ആ മാച്ച് ബോക്സ് യുൻവോ കണ്ട കാര്യം യൂനും മനസ്സിലാക്കുന്നത്. ഹേജൻ ഈ കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ ആണെന്ന് മനസ്സിലാക്കിയ യൂൻ ഹേജനെ വിളിച്ചുകൊണ്ട് ഒരു വോക്കിന് പോകുന്നു. യൂനിന്റെ പേരൻസിന്റെ ഇഷ്യൂസ് എല്ലാം സോൾവ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യൂനിനും നല്ലൊരു ഫ്യൂച്ചർ ആയിരിക്കും ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ തനിക്ക് നല്ലൊരു ഫ്യൂച്ചറാണ് ലഭിക്കുന്നതെങ്കിൽ ആ ഫ്യൂച്ചറിന്റെ കൂടെ ഹേജനും വേണം എന്നൊക്കെ യൂൻ പറയുന്നു. അതായത് യൂൻ ഹേജനോട് തന്റെ ഫീലിംഗ്സ് എല്ലാം തുറന്നു പറയുകയാണ്. ഹേജനും തിരിച്ച് യൂനിനെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രൊപ്പോസൽ അവനും അക്സെപ്റ്റ് ചെയ്തു. തങ്ങളുടെ ടൈം ലൈനിൽ പോയി ഒരുമിച്ച് ജീവിക്കാനാണ് അവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അവരിവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ ആരാണ് കൊന്നത് എന്നവർക്ക് കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ രണ്ടുപേർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ അവർ വീട്ടിലെത്തിയ സമയത്താണ് നോവലിസ്റ്റിന്റെ ബ്രദറിനെ അറസ്റ്റ് ചെയ്ത കാര്യം അവരറിയുന്നത്. ഹേജനും എത്തിയത്. പോലീസുകാരോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ ഹേജൻ പറയുന്നു. എന്നാൽ തന്നെ ഇനി ഫോളോ ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടാണ് അവിടെ നിന്ന് ലീഡ് വെച്ച് പോകുന്നത്. ലീഡ് വെച്ച് ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് പോലും സുൻഹയാണ് നോക്കുന്നത്. ആ കൊലപാതകി ഇപ്പോൾ സുൻഹയുടെ സിസ്റ്ററിനെ കൂടെ അല്ലേ കൊന്നത്. കൊലപാതകിയെ കുറിച്ചുള്ള എന്തൊക്കെയോ കാര്യം ലീഡ് റോച്ചിന് അറിയാം. എന്നാൽ നോവലിസ്റ്റ് റോച്ചിനെ ഓർത്തിട്ടാണ് ലീഡ് റോച്ച് അതൊന്നും പുറത്തു പറയാത്തതും. അതിന്റെയൊക്കെ ഒരു പേടിയും ടെൻഷനും എല്ലാം അവളിൽ കാണാം. പിന്നീട് നമ്മൾ കാണുന്ന ഒരു കാര്യങ്ങളും അറിയില്ല. ഈ വില്ലേജിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമേ പ്രിൻസിപ്പളിനും അറിയത്തുള്ളൂ. എന്നാൽ ഈ വില്ലേജിൽ നടക്കാൻ പോകുന്ന ഇൻസിഡന്റുകളിൽ നിന്നെല്ലാം അവനെ രക്ഷിച്ചിട്ടുണ്ട് ഹേജൻ എന്നൊക്കെ പ്രിൻസിപ്പൾ പറയുന്നു. അതായത് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടില്ലേ, ആ കാര്യങ്ങളെല്ലാമാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ യുൻവോനോട് പറയുന്നത്. എന്നാൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെ ഹേജന് നേരത്തെ തന്നെ അറിയാം എന്നുള്ള കൺഫ്യൂഷനിലാണ് ജംഗ്വു. എന്നിരുന്നാലും ആ കാർ ശരിയാക്കാം എന്നൊക്കെ ജംഗ്വു തീരുമാനിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് യൂനിനെയും ഹേജനെയും ആണ്. ക്ലാസ് എല്ലാം കഴിഞ്ഞ് അവർ രണ്ടുപേരും പുറത്തിറങ്ങുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ലീഡ് റോച്ച് വരുന്നത്. ഹേജനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലീഡ് റോച്ച് ഹേജനോട് പറയുകയാണ്. നോവലിസ്റ്റിന്റെ ബ്രദർ ആ പാലത്തിന്റെ അടിയിൽ കിടക്കുന്ന കാര്യം ലീഡ് റോച്ച് കണ്ടിരുന്നു. ബ്രദർ ആവശ്യപ്പെട്ട പ്രകാരം ലീഡ് റോച്ച് നോവലിസ്റ്റിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നു. ബ്രദറും നോവലിസ്റ്റും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്ന് മാത്രമേ ലീഡ് റോച്ചിന് അറിയുള്ളൂ. അവൻ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊന്നും ലീഡ് റോച്ചിന് അറിയില്ല. ബ്രദറിന് തീരെ വയ്യാതെയാണ് ആ പാലത്തിന്റെ അടിയിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ അവനെ അടിച്ചു കഴിഞ്ഞാൽ അവന് തിരിച്ച് നമ്മളൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ ലീഡ് റോച്ച് പറയുന്നു. അങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നോവലിസ്റ്റ് അവർ കണ്ട കാര്യങ്ങളെല്ലാം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാം എന്നൊക്കെ ലീഡ് റോച്ച് പറയുന്നു. എന്നാൽ അതിനൊന്നും നോവലിസ്റ്റ് വെച്ച് തയ്യാറാവുന്നില്ല. അവരെന്തായാലും മരിച്ചു, നമ്മളിത് പോലീസുകാരോട് പറഞ്ഞെന്ന് വിചാരിച്ച് അവരിനെയും ജീവിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെയാണ് നോവലിസ്റ്റ് പറയുന്നത്. അതായത് ആ കൊലയാളി ടീച്ചറിനെ കൊല്ലുന്ന കാര്യമാണ് അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് കണ്ടത്. എന്നാൽ ആ കൊലപാതകിയുടെ മുഖം മാത്രം നമ്മുടെ ലീഡ് റോച്ച് കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതാരാണെന്നുള്ള കാര്യം ലീഡ് റോച്ചിന് അറിയില്ല. എന്നാൽ അതാരാണെന്ന് നോവലിസ്റ്റിന് അറിയാം. നോവലിസ്റ്റ് അയാളുടെ മുഖം വ്യക്തമായി തന്നെ കണ്ടിരുന്നു. എന്നാൽ ഈ കൊലപാതകം തന്റെ ബ്രദറിന്റെ തലയിൽ വെക്കാനാണ് നോവലിസ്റ്റ് പറയുന്നത്. എന്നാൽ ആ കാര്യത്തിന് ലീഡ് റോച്ച് തയ്യാറായില്ല. പെട്ടെന്ന് തന്നെ നോവലിസ്റ്റ് തന്റെ ദേഹത്തെ ഡ്രസ് എല്ലാം അഴിച്ചു മാറ്റി. അവളുടെ ദേഹത്ത് മുഴുവൻ പാടുകളായിരുന്നു. ആരോ ഉപദ്രവിച്ചതുപോലുള്ള പാടുകൾ. അത് വേറെ ആരുമല്ല, അവളുടെ സ്വന്തം ബ്രദർ തന്നെയായിരുന്നു അവളെ ഉപദ്രവിച്ചത്. കുഞ്ഞിലെ മുതലേ അവളുടെ ബ്രദർ അവളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം അവൾക്ക് ഒരു മോചനം വേണം. അതുകൊണ്ട് തന്നെയാണ് ഈ മദർ അവന്റെ തലയിൽ കെട്ടിവെക്കാം എന്നൊക്കെ നോവലിസ്റ്റ് തീരുമാനിക്കുന്നത്. നോവലിസ്റ്റിന്റെ ഈ അവസ്ഥയെല്ലാം കണ്ടിട്ടാണ് ലീഡ് റോച്ചും അതിന് സമ്മതിക്കുന്നത്. എന്നാൽ ആ കൊലപാതകി മറ്റൊരു പെൺകുട്ടിയെ കൂടെ കൊല്ലും എന്നവൾ വിചാരിച്ചിരുന്നില്ല. അയാൾ മറ്റൊരു പെൺകുട്ടിയെ കൂടെ കൊന്നതിന് ശേഷമാണ് ലീഡ് റോച്ചിന് ആകപ്പാടെ പേടിയാവുന്നത്. ഇനിയും സത്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ അത് ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ അപകടമാണ്. ഇപ്പോൾ പോലീസുകാർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരാളെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഇവിടെ മർഡർ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ലീഡ് റോച്ച് ഈ കാര്യങ്ങളെല്ലാം ഹേജനോട് തുറന്ന് സംസാരിക്കുന്നത്. അങ്ങനെ ഹേജൻ ഈ കാര്യങ്ങളെല്ലാം യോനിനോടും പറയുന്നു. ഇനി ആ കൊലപാതകി ആരാണെന്ന് അറിയണമെങ്കിൽ അത് നോവലിസ്റ്റ് വെച്ച് തന്നെ കനിയണം. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ ഒരു കോള് വരുന്നത്. കണ്ണാടി പയ്യനാണ് വിളിച്ചത്. സുനിയെ കാണാനില്ല എന്ന്
പറയാൻ വേണ്ടിയിട്ടാണ് കണ്ണാടി പയ്യൻ വിളിച്ചത്. ഇന്ന് സുനിയുടെ സിസ്റ്ററിന്റെ ഫ്യൂണറങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ സുനി ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണോ എന്നാണ് അവൻ പേടിക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഹേജുനെ വിളിച്ച് ആ കാര്യം അറിയിക്കുന്നതും. ഇതെല്ലാം കേട്ട യൂൻ ആപാടെ വിഷമിക്കുന്നു. ഇപ്പോൾ സ്വന്തം അമ്മയെ തന്നെയാണ് കാണാതായിരിക്കുന്നത്. അങ്ങനെ ഹേജുൻ യൂനിനെ ആശ്വസിപ്പിച്ചിട്ട് അവർ രണ്ടുപേരും സുനിയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. യൂൻ നേരെ ചെല്ലുന്നത് ഹേസബിന്റെ അടുത്തേക്കാണ്. ഹേസബിനോട് സുനിയെ കാണുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം യൂൻ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. ഹേസബിന്റെ അങ്കിൾ അവിടെ ഉണ്ടല്ലോ. ഹേസബിന്റെ അങ്കിളിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ അവരെല്ലാം കൂടെ സുനിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ഹേജൻ സുനിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹേജൻ നോട്ട് എഴുതി മാച്ച് ബോക്സിൽ വെച്ചിട്ട് സുനിയുടെ പോക്കറ്റിൽ വെക്കുന്നു. അങ്ങനെ അവർ അവിടെ നിൽക്കുന്ന സമയത്താണ് കണ്ണാടി പയ്യൻ സുനിയുടെ പേര് വിളിച്ച് അതുവഴി പോകുന്ന കാര്യം അയാൾ കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെ അയാൾ സുനിയുടെ ബോധം കെടുത്തുന്നു. എന്നാൽ അതുകൊണ്ട് കാര്യമായില്ല. കണ്ണാടി പയ്യൻ പെട്ടെന്ന് തന്നെ ആ കഥവും തുറന്ന് അങ്ങോട്ടേക്ക് എത്തി. കണ്ണാടി പയ്യൻ അയാളുടെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ടോർച്ച് എടുത്ത് അവന്റെ മുഖത്തേക്ക് അടിച്ചു. എന്നാൽ കണ്ണാടി പയ്യൻ അതൊന്നും കാര്യമാക്കാതെ പെട്ടെന്ന് തന്നെ തന്റെ കയ്യിലിരുന്ന വടി വെച്ചിട്ട് അയാളെ അടിച്ചു. അങ്ങനെ അയാൾ അവിടുന്ന് ഓടിയ സമയത്ത് പെട്ടെന്ന് തന്നെ കണ്ണാടി പയ്യൻ യൂനി പറയുന്നോടിയ അയാളെ ഹേജുനും കണ്ടിരുന്നു. ആ സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് പോലീസുകാരും എത്തിയത്. അതിൽ നിന്ന് യൂനും ഹേസബും ഇറങ്ങുന്നത് ഹേജൻ കണ്ടിരുന്നു. ഇനി എന്തായാലും സുനിയെ സേഫ് ആയിരിക്കും എന്ന് മനസ്സിലാക്കിയ ഹേജൻ സുനിയെ അവിടെ ഇരുത്തിയിട്ട് ആ കൊലപാതകയുടെ പുറകിന് ഓടി. ഹേജൻ അതുവഴി ഓടുന്നത് യൂൻ കണ്ടിരുന്നു. അപ്പോഴേക്കും നമ്മുടെ സുനിയുടെ ബോധം പോയി കഴിഞ്ഞിരുന്നു. സുനിയെ പെട്ടെന്ന് തന്നെ ഹേസബ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പോലീസുകാരൻ ആ കൊലപാതകി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മറ്റൊരു വഴിയിലേക്ക് ഓടിപ്പോയി. എന്നാൽ യൂനിന് അറിയാൻ ലഭിച്ചത് കൊല്ലപ്പെടുന്ന പെൺകുട്ടികളുടെ ബോഡിയുടെ അടുത്ത് നിന്ന് ലഭിക്കുന്ന മാച്ച് ബോക്സും നോട്ടും ഇപ്പോൾ ഇരിക്കുന്നത് ഹേജന്റെ കയ്യിലാണ്. അപ്പോൾ അവരെയെല്ലാം കൊന്നത്, അതേപോലെ തന്നെ ഇപ്പോൾ കണ്ണാടി പയ്യനെയും കൊന്നത് ഹേജൻ ആണെന്ന് വിശ്വസിച്ച പോലീസുകാരൻ പെട്ടെന്ന് തന്നെ ഹേജനെ അറസ്റ്റ് ചെയ്യുന്നു. കണ്ണാടി പയ്യൻ മരിച്ചു കിടക്കുന്ന ഷോക്കിലാണ് ഹേജൻ. അതുകൊണ്ട് തന്നെ ഹേജന് ഒന്നും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്കും യൂനും എത്തിക്കഴിഞ്ഞിരുന്നു. യൂനും ഇതെല്ലാം കണ്ട് ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ പോലീസുകാരൻ